ഈ കഴിഞ്ഞ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാസയ്ക്ക് വേണ്ടി കളിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചൊരു പ്ലെയറായിരുന്നു അലക്സിസ് ഗാർസിയ. ആ ഒരു പ്ലെയർ ഇപ്പോൾ ബയർ ലെവർകൂസൻ്റെ പ്ലെയർ ആയിട്ടുണ്ട്. ഏകദേശം 18 മില്യൺ യൂറോസിനാണ് ആ ഒരു ഡീല് ഡൺ ആയിട്ടുള്ളത്. ബാസക്ക് ആ ഒരു എമൗണ്ട് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് നമ്മുടെ ക്ലബിൻ്റെ അവസ്ഥ ആലോചിക്കുമ്പോൾ. കാരണം നല്ലൊരു പ്ലെയറാണ് അലക്സിസ് ഗാർസിയ. നമ്മുടെ സ്ക്വാഡിന് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയറായിട്ട് മാറിയേനെ. പക്ഷേ ബാസയുടെ നിലവിലുള്ള സിനാരി വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡീല് പുള്ളിയാനും പറ്റിയിട്ടില്ല. ആ ഒരു പ്ലെയർ ഇപ്പോൾ ബയർ ലെവർകൂസനിലേക്ക് പോയി. ഇനി ഉറപ്പിച്ചു പറയാം, 2 വർഷത്തിനുള്ളിൽ പ്ലെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇതിനേക്കാളും വർദ്ധിക്കുക. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 80 മില്യൺ യൂറോസിൻ്റെ ഒരു പ്ലെയറായിട്ട് ഈ ഒരു അലക്സിസ് ഗാർസിയ മാറി. ബാസക്ക് ചീപ്പ് റേറ്റിൽ കൊണ്ടുവരാൻ പറ്റിയ ഒരു പ്ലെയറായിരുന്നു. പക്ഷെ നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാരണം നമുക്ക് ആ ഒരു ഡീൽ പുള്ളേനും പറ്റിയില്ല. ബയർ ലെവർകൂസൻ ആ ഒരു പ്ലെയറിനെ സ്വന്തമാക്കുകയും ചെയ്തു. എന്തായാലും ആ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ഡ്രീം ഭാവിയിൽ എപ്പോഴെങ്കിലും നടക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഇനി പറയാനുള്ളത് നമ്മുടെ ക്ലബിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ക്ലബ്ബ് ഇപ്പോൾ 1:1 റൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ജോൺ ലപ്പോർട്ട് ആണെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസിലായിട്ടും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ ഈ ഒരു സീസണിൽ ഒരു പോസിറ്റീവ് ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ബാസക്ക് 1:1 റൂളിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരു റൂമർ വരുന്നുണ്ട്. അതായത് ബാസ ഏകദേശം 100 മില്യൺ യൂറോസിൻ്റെ ഒരു ലോങ് ടേം ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ലോങ് ടേം ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ട്രാൻസ്ഫർ മാർക്കറ്റിൽ പ്ലേയേഴ്സിൻ്റെ എക്സിറ്റ് നടക്കാതെ തന്നെ ഏതെങ്കിലും ഒരു പ്ലെയറെ ചീപ്പ് റേറ്റിൽ കൊണ്ടുവരാൻ പറ്റും. അതായത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 30 മില്യൺ യൂറോസിന് ഒരു പ്ലെയറെ സ്വന്തമാക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിഗാർഡിൻ്റെ പ്ലെയറായിട്ടുള്ള സ്റ്റില്ലറിനെ ഇപ്പോൾ ആ ഒരു എമൗണ്ടിന് കൊണ്ടുവരാൻ പറ്റും. പ്ലേയേഴ്സിൻ്റെ എക്സിറ്റ് നടക്കാതെ തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതേസമയത്ത് നമ്മൾ ഒരു ബിഗ് മണി സൈനിങ് നടത്താനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ സ്ക്വാഡിൽ നിന്നും വലിയൊരു തുകയ്ക്ക് ഏതെങ്കിലും ഒരു പ്ലെയറെ സെല് ചെയ്തേ പറ്റത്തുള്ളൂ. എന്നാലേ വലിയൊരു പ്ലെയറെ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഈ ഒരു എമൗണ്ട് പ്ലസ് നമ്മുടെ ക്ലബ്ബ് വിട്ട് പോകുന്ന പ്ലെയറിൻ്റെ എമൗണ്ട് കൂട്ടിച്ചേർത്തിട്ട്. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ എക്സിറ്റ് നടക്കാതെ നമുക്കൊരു ഡീൽ പുൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഒരു 100 മില്യൺ യൂറോസിൻ്റെ ലോണ് ബാസ് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു റൂമർ എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് നോക്കാം നടക്കില്ല എന്ന്. പിന്നെ ഇപ്പോൾ വരുന്നൊരു റൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡഗ്ലസ് ലൂയിസ് എന്ന് പറയുന്ന പ്ലെയറെ തന്നെ ബാസിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കോ ആണെങ്കിൽ ഈ ഒരു ഡീലിന് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സമ്മറിലെല്ലാം ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ ഒരു പ്ലെയർ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു ആസ്റ്റൺ വില്ല ആ ഒരു പ്ലെയറിൻ്റെ പേരിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ടും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ബാസക്ക് അത് അഫോർഡബിൾ പോലും അല്ല. അപ്പോൾ പ്ലെയർ ബാസിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഡീലൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ബാസക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫണ്ട് കാര്യങ്ങളൊന്നുമില്ല. ഇനി വലിയ രീതിയിലുള്ള ഫണ്ട് ബാസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു അറ്റാക്കറിനെയോ അല്ലെങ്കിൽ ഒരു റൈറ്റ് ബാക്കിനെ ആയിരിക്കും. അല്ലാതെ ഈ ഒരു പ്ലെയറിന് പിന്നാലെ പോകാൻ ഫ്ലിക്ക് സജസ്റ്റ് ചെയ്യില്ല. സോ ഡഗ്ലസ് ലൂയിസ് ടു ബാസ നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് പ്രകാരം ഫെലിക്സിൻ്റെ കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഗ്രീൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫെലിക്സ് എന്ന് പറയുന്ന താരത്തെ നല്ല രീതിയിൽ അഡ്മയർ ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഫ്ലിക്ക്. അപ്പോൾ അദ്ദേഹം ക്ലബ്ബിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ഫ്ലിക്കിൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ലറ്റിക് മാഡ്രിഡ് ഇതിന് റെഡിയാവുക എന്നാണ്. കാരണം ഫെലിക്സ് എന്ന് പറയുന്ന താരത്തെ ഈ കഴിഞ്ഞ സമ്മറിൽ ബാസിലേക്ക് നൽകിയത് ആ ഒരു പ്രഷറിൻ്റെ പുറത്താണ്. അതായത് ലാസ്റ്റ് നിമിഷം പ്ലെയർ ബാസിൽ വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഫാൻസ് ആണെങ്കിൽ നല്ല രീതിയിൽ പ്രഷർ ചെയ്യുകയും പ്ലെയർ ആണെങ്കിൽ വേറെ ക്ലബിൻ്റെ ഓഫേഴ്സ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാതെ നിൽക്കുന്നൊരു സിനാരിയിലേക്കൊക്കെ പോയതുകൊണ്ട് അത്ലറ്റിക് മാഡ്രിഡിന് വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഡീല് നടത്താൻ റെഡിയാവുന്നത്. പക്ഷേ അതേപോലെ ആയിരിക്കണം എന്നില്ല ഈ വരുന്ന സമ്മറിൽ. കാരണം അത്ലറ്റിക് മാഡ്രിഡിന് ഈ ഒരു താരത്തെ ലോൺ ഡീൽ വഴി ബാസിലേക്ക് നൽകാൻ തീരെ താല്പര്യമില്ല. അത്ലറ്റിക് മാഡ്രിഡ് ബാസിൽ നിന്ന് പല താരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ബാസിലേക്ക് പ്ലേയേഴ്സിന് നൽകാൻ അവർ വലിയ രീതിയിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കാറില്ല. അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ഈ ഒരു ഫെലിക്സ് വീണ്ടും പിടിവാശി കാണിക്കുകയാണെങ്കിൽ ഈ ഒരു അത്ലറ്റിക് മാഡ്രിഡ് ബാസിനടുക്ക് പറയും 60 മില്യൺ യൂറോസ് നൽകാൻ റെഡിയാകുന്നുണ്ടെങ്കിൽ സ്വന്തമാക്കുക, ലോൺ ഡീലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്ന് പറയും. അപ്പോൾ ബാസ് കൈവഴിയും. ലാസ്റ്റ് പ്ലെയറിന് വേറെ ഓപ്ഷൻസ് ഇല്ലാതെ പ്ലെയർ പ്രീമിയർ ലീഗിലേക്ക് പോകും. ഇങ്ങനെയായിരിക്കും നടക്കാൻ വേണ്ടി പോകാമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ ഈ വരുന്ന സമ്മറിൽ ഫ്ലിക്ക് അതേപോലെ തന്നെ ഫെലിക്സും എത്ര പുഷ് ചെയ്താൽ കൂടി തന്നെ ഈ ഒരു താരം, അതായത് ഫെലിക്സ് എന്ന് പറയുന്ന താരം ബാസിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. 0.1% ചാൻസേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ലോൺ ഡീൽ വഴി വരാൻ പെർമനൻ്റ് ആയിട്ടൊന്നും ബാസൊക്കെ സൈൻ ചെയ്യാനുള്ള ഫണ്ടോ കാര്യങ്ങളൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നത് ഫെലിക്സ് ഈ വരുന്ന സമ്മറിൽ പ്രീമിയർ ലീഗിലേക്ക് പെർമനൻ്റ് ആയിട്ട് പോകുമെന്നാണ്. എന്തായിരിക്കും റിയാലിറ്റി എന്നത് കണ്ടു തന്നെ അറിയാം.